ഹായ് ഫ്രണ്ട്സ്, ആയിട്ടെങ്ങനെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മുടെ പുതിയ വീട്ടിൽ വയറിംഗ് ചെയ്യുന്ന സമയത്ത് ഇൻവേർട്ടർ വയറിങ്ങിന് എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ ഇൻവേർട്ടർ ബൈപ്പാസ് സ്വിച്ച് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ള ജസ്റ്റ് വർക്ക് ഒന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് 6MD ഒരു മെറ്റൽ ബോക്സ് ആണ്. അതിൽ 16 ആംസിൻ്റെ ഒരു സോക്കറ്റും 16 ആംസിൻ്റെ ഒരു 1 വേ സ്വിച്ചും അതുപോലെ തന്നെ 20 ആംസിൻ്റെ ഒരു 2 വേ സ്വിച്ചും 16 ആംസിൻ്റെ ഒരു സോക്കറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ള വയറിങ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടേക്ക് വലിച്ചിട്ടുള്ള കേബിളുകൾ 2.5ൻ്റെ ഒരു ന്യൂട്രൽ വയറും ഒരു എർത്ത് വയർ, അതുപോലെ തന്നെ ഒരു ഫേസ്, ഒരു ഇൻവെർട്ടർ ഔട്ട്, എന്നീ 4 വയറാണ് നമ്മളിവിടെ ഇതിലേക്ക് വലിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വയറിങ് ജസ്റ്റ് കണക്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം. ഫേസ് വയർ നേരെ ഓടുന്ന നമ്മുടെ സ്വിച്ചിലേക്ക് 16 ആംസിൻ്റെ 1 വേ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഔട്ട് നമ്മുടെ സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്വിച്ചിൽ നിന്ന് തന്നെ ഒരു ഔട്ട് എടുത്ത് നേരെ നമ്മുടെ 2 വേ സ്വിച്ചിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ ഒരു സ്വിച്ച് വന്നിട്ട് നമ്മുടെ ഹാവൽസിൻ്റെ ഫാബിയോ പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇതിൽ മുകളിലാണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ ഫേസ് നമ്മൾ നേരെ മുകളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഇൻവെർട്ടറിൽ നിന്ന് ഔട്ട് വരുന്ന വയറാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നേരെ DBയിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ സെൻറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ 2 വേ സ്വിച്ചിൻ്റെ ഏറ്റവും താഴെയുള്ള ടെർമിനലിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് നമ്മുടെ രണ്ടാമത്തെ പവർ പ്ലഗിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ന്യൂട്രൽ കൊടുത്തിട്ട് നമ്മുടെ കോമൺ ആയിട്ട് നമ്മുടെ പ്ലഗിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊരു ലൂപ്പ് എടുത്ത് നമ്മുടെ രണ്ടാമത്തെ പവർ പ്ലഗിലും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാരണ പോലെ എർത്ത് നമ്മളിതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നോർമലി ഈ സ്വിച്ച് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇൻവെർട്ടറിൻ്റെ സോക്കറ്റ് നമ്മൾ ഇതിലാണ് കുത്തുന്നത്. ചാർജിങ് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിച്ച് വെച്ചിട്ടുള്ളത്. ഇത് സ്വിച്ച് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ഒരു സ്വിച്ച് ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ നമ്മുടെ ഇൻവെർട്ടറിലേക്ക് ചാർജ് കയറുന്നതാണ്. അതുപോലെ തന്നെ ഇൻവെർട്ടറിൽ നിന്നുള്ള ഔട്ട് വയർ നമ്മൾ ഇവിടെ ഒരു സോക്കറ്റായിട്ടാണ് കണക്ട് ചെയ്യാറ്. ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഉണ്ടാവുക. അപ്പോൾ ഇൻ കേസ് ഇൻവെർട്ടർ കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് ഇൻവെർട്ടർ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 വേ സ്വിച്ച്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്താൽ ഇൻവെർട്ടർ ബൈപ്പാസ് ആയിട്ട് നമുക്ക് സപ്ലൈ കിട്ടുന്നതാണ്. സാധാരണ നമ്മൾ ഈ സോക്കറ്റ് ഇൻവെർട്ടറിൻ്റെ ഔട്ട് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇൻവെർട്ടർ ഇപ്പോൾ ബൈ ചാൻസ് വല്ല കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സെക്ഷൻ നമുക്ക് വർക്ക് ചെയ്യാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കസ്റ്റമറിന് ഒരിക്കലും ഈ ഒരു പ്ലഗ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബാക്കിൽ നിന്ന് അഴിച്ച് ഇതിലേക്ക് തിരിച്ചു കുത്താൻ കുറച്ച് പേടിയുള്ളവരുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 2 വേ സ്വിച്ച് വെച്ച് ഇൻവെർട്ടർ ബൈപ്പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ സോക്കറ്റ് നമുക്ക് അഴിച്ചെടുക്കാതെ തന്നെ ജസ്റ്റ് ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇൻവെർട്ടർ ബൈപ്പാസ് ഇൻവെർട്ടറില്ലാതെ നമ്മുടെ സാധാ കറണ്ട് ബൈപ്പാസ് ആയിട്ട് നമ്മുടെ ലൈനിലെ കണക്ട് ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നതാണ്.